കണ്ണൂർ വാണിയമ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ ദുരൂഹത കല്ലറ ഉടൻ തുറക്കും. റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുണ്ട്. 4 സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. ജോസഫ്, ഈ ദുരൂഹതയുള്ള കല്ലറ എപ്പോഴായിരിക്കും തുറന്ന് പരിശോധിക്കുക? അവിടെ ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ടല്ലേ? ഗോപിക, ഇത്തരത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ദുരൂഹമായ കല്ലറ തുറന്ന് ഈ മൃതദേഹ ഭാഗങ്ങൾ മുഴുവൻ പുറത്തെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. 4 പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ സുരക്ഷ തീർക്കുന്നതിനായി വിന്യസിച്ചിട്ടുള്ളത്. കുടിയാമല, അതുപോലെ തന്നെ ഈ ശ്രീകണ്ഠാപുരം ഉൾപ്പെടെയുള്ള 4ഓളം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. കല്ലറയിലേക്ക് പോകുന്ന ഭാഗത്ത് കൃത്യമായി വേലി തീർത്ത് അടച്ചിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അവിടെ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെയുള്ള ആരെയും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതുമായി ഈ പരിശോധനയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും റവന്യൂ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറച്ച് ഉദ്യോഗസ്ഥർ കൂടി എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കൃത്യം 11 മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. എത്തരത്തിലായിരിക്കണം ഈ പരിശോധന വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പള്ളി മേടയുടെ മുമ്പിലുള്ള ഒരു ദൃശ്യങ്ങളാണ്. പോലീസ് ഉദ്യോഗസ്ഥർ, ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. മാത്രമല്ല, ഈ അന്വേഷണ ചുമതലയുള്ള കരിക്കോട്ടകരി പോലീസും ഈ സംഘത്തിലുണ്ട്. ഈ പള്ളി മേടയുടെ തൊട്ട് ഇടതുവശത്തായി അവിടെയായിട്ടാണ് ഈ ഇത്തരത്തിൽ കല്ലറയുള്ളത്. റിബൺ വെച്ച് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഭാഗത്ത്. എന്തായാലും അങ്ങോട്ടേക്ക് ആരെയും ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുകയാണ്. എത്തരത്തിലായിരിക്കും ഇതിന്റെ ക്രമീകരണങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യം 11 മണിയോടുകൂടി തന്നെ ഈ മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടായിരിക്കും ആദ്യഘട്ടത്തിൽ ഒരു പരിഗണനയുണ്ടാകുക. 3 ബോഡി ഇതിലുണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷ ഭരിതമായ ഒരു കാര്യം. അതായത് 2006 അടക്കം ചെയ്ത ലീലാമ്മയുടെ മൃതദേഹം, അതുകൂടാതെ 2015 അടക്കം ചെയ്ത ജെയിംസ് കൂമ്പുക്കലിന്റെ മൃതദേഹം, ഇത് കൂടാതെ മറ്റൊരു മൃതദേഹാവശിഷ്ടം അല്ലെങ്കിൽ അതിന് സമാനമായ എന്തെങ്കിലും കണ്ടെത്തിയാൽ അത് ഈ വലിയ ഈ രഹസ്യങ്ങളിലേക്ക് ചുരുളഴിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ 38ാമത്തെ കല്ലറയിൽ ഉള്ള മുഴുവൻ വസ്തുക്കളും പുറത്തെടുത്ത് ആദ്യഘട്ടത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അതിനുശേഷമായിരിക്കും വിദഗ്ധ പരിശോധനയ്ക്കായി കൊണ്ടുപോകുക. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധർ എത്തിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെ പള്ളിയുടെ ഭാരവാഹികളായിട്ടുള്ള കൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, അതുപോലെ തന്നെ പള്ളിയുടെ കസ്റ്റോഡിയനായിട്ടുള്ള ജിൽബർട്ട് എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കാണാതായ ഈ സിജോസ് കറിയയുടെ ബന്ധുക്കളുടെ സാന്നിധ്യവും ഈ പരിശോധന സമയത്ത് ഈ കല്ലറയുടെ ഈ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ കൃത്യം 11 മണിയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും ആരംഭിക്കാൻ സജ്ജരായിരിക്കുകയാണ് ഈ പള്ളി അങ്കണത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന വൃന്ദം. എന്തായാലും നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 13-ാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ ഒരു സംഭവം നടക്കുന്നത്. ഈ 13-ാം തീയതി ഇത്തരത്തിൽ ഇവിടെയൊരു മരണം സംഭവിക്കുന്നു. ആ മൃതദേഹം സംസ്കരിക്കാനായി ഇത്തരത്തിൽ കല്ലറ തുറന്നപ്പോൾ ഈ മറ്റ് 38ാമത്തെ കല്ലറയിൽ ഓക്വേഡായി, അതായത് ഒരു വിചിത്രമായ രീതിയിൽ ഒരു കെട്ട് കാണുകയും അത് വലിയ രീതിയിലുള്ള ദുരൂഹത ഉണർത്തുകയും ചെയ്തു. പിന്നീട് ഈ കല്ലറ തുറന്നവർ തന്നെ അടയ്ക്കുകയും ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കുകയും പള്ളി അധികൃതർ പിന്നീട് പോലീസിൽ പരാതി നൽകുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഇത് കുറെ ദിവസത്തേക്ക് പോലീസിന്റെ ഭാഗത്ത് ഒരു അനങ്ങാപ്പാറ നയമാണ് ഉണ്ടായത്. അതിനുശേഷം വലിയ രീതിയിൽ വിവാദമായതിന് പിന്നാലെ
ഇത്തരത്തിൽ പരാതിയുടെയും സമ്മർദ്ദങ്ങളുടെയും അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ കേസ് എടുക്കാൻ നിർബന്ധിതരാകുകയും കഴിഞ്ഞ ദിവസം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന പള്ളിയുടെ ഈ ആവശ്യത്തോട് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ രഹസ്യങ്ങളുടെ ചുരുളഴിയും കല്ലറയിലുള്ളത് ആരുടെ മൃതദേഹമാണ് എന്ന കാര്യത്തിൽ ഒരു പ്രാഥമികമായ വിവരം കിട്ടും. 2ൽ കൂടുതൽ മൃതദേഹം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ഇതിൽ ഒരു കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഗൌരവപൂർവ്വമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുക. നിലവിൽ ഈ 38ാമത്തെ കല്ലറയിൽ 2ഓളം ആളുകളെയാണ് അടക്കം ചെയ്തിട്ടുള്ളത്. 2006ലും 2015ലുമാണ് ഈ അടക്കം സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ അവരുടെ ഉൾപ്പെടെ മൃതദേഹങ്ങളും ഭാഗങ്ങളും പുറത്തെടുത്ത് ഇത്തരത്തിൽ DNA ഉൾപ്പെടെയുള്ള പരിശോധന ഫലങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള ആളുകളെ ഇതിനോടകം തന്നെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഈ സിജോയുടെ ഈ തിരോധാനം ചെയ്യപ്പെട്ട വ്യക്തിയായ സിജോയുടെ മാതാപിതാക്കളുടെ DNA സാമ്പിളുകളും ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഈ സിജോയുടേതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ പരിശോധിക്കും. അതിനു മുമ്പ് ഈ കെട്ട് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും വികാരി അച്ഛൻ പറയുന്നത് പോലെ 3 മൃതദേഹങ്ങൾ ഇതിലുണ്ട് എന്നാണ് ബലമായ സംശയം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. എന്തായാലും പോലീസിന്റെ ആദ്യ ഭാഷ്യം അവർ തിരുത്തിയിരിക്കുന്നു. പോലീസിന്റെ ആദ്യ ഭാഷ്യം ഇപ്രകാരമായിരുന്നു. അതായത് ഈ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇതിൽ കൂടുതൽ മൃതദേഹമുണ്ട് എന്ന് ആളുകൾ ധരിച്ചത്. ഈ നമ്പർ ചേഞ്ചുകളുണ്ടായ ഒരു അപാകതയാണ് എന്നുള്ള കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ പള്ളി അധികൃതർ തന്നെ ഇത് തിരുത്തി ഇത്തരത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്നൊരു കാര്യത്തിലേക്ക് അവർ കടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ ആ പള്ളിയുടെ മുൻഭാഗത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും കൂടിയാലോചനകൾ നടത്തുകയാണ്. പള്ളി വികാരി പള്ളി മേടയിൽ തന്നെയുണ്ട്. അദ്ദേഹവും ഈ കാര്യങ്ങൾ അവർക്ക് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. ഇതിന്റെ ഡാറ്റ കളക്ഷൻ, അതായത് മരണ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ കല്ലറയിൽ ഏതൊക്കെ ആളുകളെയാണ് അടക്കം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ മരിച്ച അല്ലെങ്കിൽ കാണാതായ സിജോയുടെ ബന്ധുവായിട്ടുള്ള ബിനോയ് തുരുത്തേലിനെയും ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു സംശയം ഉയർന്ന സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹവും പറഞ്ഞൊരു കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. തനിക്കും ഈ നാട്ടിൽ തലയുയർത്തി പിടിച്ച് ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കല്ലറയ്ക്കുള്ളിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വരണമെന്ന് അദ്ദേഹവും ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പരിശോധനകൾ ആരംഭിക്കും. കൃത്യമായി ഇത്തരത്തിൽ സുരക്ഷാ വേലികൾ ഉൾപ്പെടെ തീർത്തുകൊണ്ട് കർശനമായ സുരക്ഷയിൽ ആ ഭാഗത്ത് വലിയ രീതിയിൽ കെട്ടി, അതായത് പച്ച ഷീറ്റ് കൊണ്ട് മുഴുവൻ ഭാഗവും മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് പ്രവേശനം ഇല്ല. മാത്രമല്ല ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിക്കുന്നതിൽ തടസ്സവുമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പള്ളിയുടെ അങ്കണത്തിൽ അല്പം മാറി നിന്നുകൊണ്ട് ഈ വിവരങ്ങളൊക്കെ നൽകേണ്ടി വരുന്നത്. എന്തായാലും കൃത്യമായ വിവരങ്ങൾ സമയത്തിനുള്ളിൽ തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. 11 മണിയോടുകൂടി തന്നെ ഈ കല്ലറ തുറന്നിട്ടുള്ള പരിശോധന ആരംഭിക്കും. ഗോപിക. ശരി, കണ്ണൂർ വാണിയമ്പാറ ഉണ്ണിമിഹിഷ പള്ളിയിലെ ദുരൂഹ കല്ലറ 11 മണിക്ക് തുറക്കും. ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.